പത്തനംതിട്ട മെഡിവേലിയിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകമല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നിഗമനം. തലക്കേറ്റ പരിക്കാണ് കുഞ്ഞിന്റെ മരണകാരണം. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. വിശദാംശങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഇന്നലെയാണ് ഈ ദാരുണ സംഭവം നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞത്. ഇപ്പോൾ ഇതാ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, ഇന്നലെയാണ് നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന 21-കാരി വിവാഹിതയല്ലാത്ത മാതാവാണ്. കുട്ടി ഇന്നലെ യുവതി പ്രസവിച്ച ശേഷം ആശുപത്രിയിൽ ബ്ലീഡിംഗ് ആയി എത്തുമ്പോൾ, രക്തസ്രാവത്തെ തുടർന്ന് എത്തുമ്പോഴാണ് കുട്ടി ജനിച്ച കാര്യവും പ്രസവ വിവരമൊക്കെ പുറത്തറിയുന്നത്. ഈ കുഞ്ഞിനെ ഇന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കുഞ്ഞിൻ്റെ മരണം കൊലപാതകമല്ല എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് ഉള്ളത്. ഇതിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ തന്നെയാണ്, ഈ യുവതി തന്നെയാണ് ആരും അറിയാതെ പൊക്കിൾക്കൊടി അത് മുറിക്കുന്നത്. അതിനെ തുടർന്ന് യുവതി അതായത് ശുചിമുറിയിൽ വെച്ചാണ് ഈ പ്രസവം നടക്കുന്നത്. അവിടെ വെച്ചാണ് ഈ പൊക്കിൾക്കൊടി മുറിക്കുന്നതും. തുടർന്ന് തല കറങ്ങി ഈ ശുചിമുറിയിൽ വീണിരുന്നു. ഈ തല കറങ്ങി വീണ സമയത്ത് കുഞ്ഞിൻ്റെ തല ഈ ഭിത്തിയിൽ എവിടെയെങ്കിലും ഇടിച്ചതാകാമെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പൊക്കെ തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക സൂചന മാത്രമാണ് പുറത്തു വരുന്നത്. പ്രാഥമിക സൂചന പ്രകാരം ഇതിൽ കൊലപാതകമല്ല എന്ന സാധ്യതയാണ് ഇപ്പോൾ മുമ്പിലേക്ക് വരുന്നത്. എന്നിരുന്നാൽ പോലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തൊടുവിൽ മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്തുകയുള്ളൂ. സിന്ധൂരി, ശരി, വ്യക്തമാണ് സുജു. കുഞ്ഞിന്റെ മരണം കൊലപാതകമല്ല, അപകടമാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.